ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യയുടെ കറുപ്പ് ഒരു ദിവസത്തെ അനിശ്ചിതത്തിനൊടുവിൽ ഇന്ന് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിരിക്കുകയാണ്. RJ ബാലാജി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ തൃഷ, നാട്ടി സുബ്രഹ്മണ്യം, സ്വാസിക, ശിവദ, RJ ബാലാജി, ഇന്ദ്രൻസ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം GK വിഷ്ണുവും കലൈവാനൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ചിത്രത്തിന്റെ സംഗീത സംവിധാനം സായി അഭ്യങ്കറാണ്. 2 മണിക്കൂർ 32 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ RJ ബാലാജി, TS ഗോപികൃഷ്ണൻ, കരൺ അരവിന്ദ് കുമാർ എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും കേസുകളും മൂലം ഇന്നലെ ഈ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നിരാശരായ ഫാൻസിന് ഇന്ന് സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ തൃപ്തിയായോ എന്ന് ചോദിച്ചാൽ ഫാൻസ് പൊതുവെ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എന്നാൽ സാധാരണ പ്രേക്ഷകരിൽ നിന്ന് മിക്സഡ് അഭിപ്രായം, അതായത് ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പൊതുവെ വന്നിട്ടുള്ളത്. ഇന്നലെ മെയ് 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വളരെ മികച്ച ബുക്കിംഗും കളക്ഷനും നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, റിയ ഷിബു, സെറിൻ ഷഹാബ്, വിനീത് ശ്രീനിവാസൻ, ദർശന രാജേന്ദ്രൻ, ഷാൻ റഹ്മാൻ, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,40,00,000 രൂപയാണ്. പ്രീമിയർ ഷോ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 6,02,00,000 രൂപയാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.5 കോടിയോളം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി ആദ്യ ദിവസം തന്നെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 7,50,00,000 റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായി വ്യക്തമായ വിവരം വന്നിട്ടില്ലെങ്കിലും 13-14 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം രണ്ടാം ദിവസം എന്ന വെള്ളിയാഴ്ചയും ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാം ദിവസവും മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്ത് സിനിമ നല്ല ബുക്കിംഗുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. മെയ് 8 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ദൃഢം. ഷെയ്ൻ നഗൻ നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 3,53,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഷെയറായി ഈ സിനിമയ്ക്ക് 1,65,00,000 രൂപയും കിട്ടിയിട്ടുണ്ട്. 7 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 6,50,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച പിന്നിട്ട ഈ സിനിമ മികച്ച കളക്ഷൻ തന്നെയാണ് ആദ്യവാരം നേടിയെടുത്തിരിക്കുന്നത്. മഹേഷ് നാരായണ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പേർട്ടിയേറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 14-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 10,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 14 ദിവസം കൊണ്ട് 28,83,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. സാഗനികിന്റെ ഡാറ്റ പ്രകാരം ആദ്യ 14 ദിവസം കൊണ്ട് 79,47,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഷറഫുദ്ദീൻ നായകനായി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് മധുവിധു. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 3,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 22 ദിവസം കൊണ്ട് കേരളത്തിൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 6,34,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 11,60,00,000 രൂപയുമാണ്. കിരൺ നാരായണൻ സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് റിവോൾവർ റിംഗോ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന താരമായി അഭിനയിച്ച ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 24,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അംഗം അട്ടഹാസം എന്ന സിനിമയും മെയ് 8 തിയേറ്ററിലെത്തിയത്. സുജിത്ത് S. നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മാധവ് സുരേഷ്, സൈജു കുറുപ്പ്, ഷൈം ടോം ചാക്കോ, അന്ന രാജൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 19,70,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.